പവലിയന്റെ ഉദ്ഘാടനത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എത്തുകയാണ്. സ്വാഗതം മിനിസ്റ്റർ. അപ്പോൾ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ നമ്മുടെ ചെങ്കൽ രാജശേഖരൻ നായർ അവர்களுമുണ്ട്. നമ്മുടെ ഔപചാരികമായ തിരിതെളിക്കലാണ് നമ്മുടെ പവലിയൻ്റെ. ഇനി 5 ദിവസങ്ങൾ രാപ്പകലുകൾ ആഘോഷപൂരിതമാക്കുന്നതിൻ്റെ തുടക്കമെന്നോണം അത് നമുക്ക് ഏറ്റവും യോഗ്യനായ അതിഥി, ഈ കലോത്സവത്തിൻ്റെ നടത്തിപ്പിന് പിന്നിൽ മുഖ്യ സംഘാടകനായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവர்களാണ് തിരിതെളിക്കുന്നത്. ആ ചടങ്ങിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് ആ നിമിഷത്തെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കും. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഒരു കുട്ടിയുടെ ടെൻഷൻ ആ മുഖത്ത് കാണുന്നുണ്ട്. ഒരു ടെൻഷനുമില്ല, എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉദ്ഘാടനം 10 മണിക്ക് ആരംഭിക്കും സമ്മേളനം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരികൊളുത്തിയാൽ 1 മണിക്കൂർ കഴിഞ്ഞ് മത്സരങ്ങൾ ആരംഭിക്കും. ശരി, എന്തായാലും തിരിതെളിയിക്കാനായി അദ്ദേഹം എത്തിയിരിക്കുകയാണ് ഉദ്ഘാടനത്തിലേക്ക്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവറുകളാണ് തിരിതെളിച്ച് നമ്മുടെ പവലിയൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഒപ്പം നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർ അവറുകൾ, അദ്ദേഹവും സാന്നിധ്യം കൊണ്ട് ഈ നിമിഷത്തെ ധന്യമാക്കുന്നു. ജനം ടി വിക്ക് ഇത് അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കലോത്സവം അനന്തപുരിയിലെത്തുമ്പോൾ തിരിതെളിച്ച് ഒപ്പം ചേരാൻ ഞങ്ങൾക്കാകുന്നു. അതിന് വേദിയൊരുക്കുന്നു ജനം ടി വി. 15,000-ഓളം കുട്ടികൾ മാറ്റുരയ്ക്കുന്ന, അവരുടെ മികവിൻ്റെ മാറ്റുരയ്ക്കൽ നിമിഷമാണ് വരാനിരിക്കുന്നത്. ഇത് അപ്പോഴും ഒരു മത്സരമല്ല, ഉത്സവമാണ് എന്ന ആവേശം അവിടെ പ്രകടവുമാണ്. ഏതായാലും ആ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് കാണുന്നത്. തിരിതെളിഞ്ഞു കഴിഞ്ഞു. ഇനി പതാക ഉയർത്തൽ ചടങ്ങ് വേദി 1-ന് മുന്നിൽ നടക്കും. അവിടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ആ ചടങ്ങ് നടത്തുക. അതിനുശേഷം 10 മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഔപചാരികമായി കലോത്സവത്തിന് തുടക്കം കുറിക്കും. മന്ത്രിമാർ, MLA മാർ, മറ്റെല്ലാ ജനപ്രതിനിധികളും അതിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ MD ഉണ്ട്, നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ, നമ്മുടെ കരുത്തും നട്ടലുമായ രാജേഷ്. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? വളരെ നമ്മളെ തിരുവനന്തപുരം അനന്തപുരം സന്തോഷവും അതിനുള്ള ദിവസങ്ങളെല്ലാം കവർ ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുന്നത് അയാൾ ജനം ടിവിയുടെ കർത്തവ്യം. എല്ലാവരും പറയും ജനം എന്ത് പറയുന്നു, ജനം എന്ത് കാണിക്കുന്നു. ഇതാണ് ഇപ്പം തിരുവനന്തപുരത്തെല്ലാം മൊത്തം കേരളത്തിൻ്റെ മലയാളികളുടെ എല്ലാം മുന്നിലുള്ളത്. അതൊന്ന് തിരുവോളത്തിന്ന് ഈ ആഘോഷിക്കൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ അതും തിരുവനന്തപുരത്തിൻ്റെ മിനിസ്റ്റർ വന്നു അനന്തപുരിയിൽ വെച്ച് നടക്കുന്നു. അതിൽ ജനം ഫാമിലിയുടെ ഒരാളായ എനിക്കും അതിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല. ആ മുഖം അത് വരുമ്പോ അപ്പം പറയും. പുതിയ മാറ്റങ്ങൾ, അതെ, സസ്പെൻസ് ആണെങ്കിലും വലിയ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നമ്മുടെ MD തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെയധികം സന്തോഷം ഈ ഒരു ധന്യ മുഹൂർത്തത്തിൽ, അല്ലേ കൃഷ്ണൻ? ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 63ാമത് കലോത്സവം ഇവിടെ നമ്മുടെ പവലിയനിലും തിരിതെളിഞ്ഞിരിക്കുകയാണ് അല്പസമയത്തിനകം. ഈ നമ്മുടെ MD ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു കലാകുടുംബത്തിന്റെ ആൾ കൂടിയാണ്, പ്രതിനിധി കൂടിയാണ്. അതിനെക്കുറിച്ച് കൂടെ ഒന്ന് പറയണം. കല, എല്ലാവരിലും ഒരു കലയുണ്ട്. ഞാനൊരു സ്കൂളിൽ നിന്ന് സായി കൃഷ്ണൻ, അതിലെല്ലാം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കമ്പൾസറി ആയിട്ട് ഒരു കലയാണ്. സ്പോർട്സ്, ആർട്ട്, അഗ്രികൾച്ചർ, ഇതെല്ലാം കമ്പൾസറിയോ കുട്ടികൾക്ക്. അതേപോലെ എനിക്കൊരു കലയുണ്ടായിരുന്നു, പക്ഷെ അത് ബിസിനസ്സായിട്ട് മാറി എന്നുള്ളതാണ്. അതൊരു കലയാണ്. എൻ്റെ ഫാമിലിയിൽ എൻ്റെ വൈഫ് 13ാമത്തെ വയസ്സിൽ ആദ്യത്തെ സ്റ്റാറായി തമിഴ് അലകൾ. എൻ്റെ മൂത്ത മകളും 13ാമത്തെ വയസ്സിൽ തെലുങ്ക് ഡയറക്ടർ വന്നിട്ട് അവളെ തെലുങ്കിൽ ഫസ്റ്റ് സ്റ്റാറാക്കി. കൊച്ചുമോളും മണിരത്നം വീട്ടിൽ വന്ന് 13ാമത്തെ വയസ്സിൽ കടലെന്ന പടത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കലയായിട്ടുണ്ടായിരുന്നല്ല, അവരെ തേടി വന്ന് അവരിലുള്ള കല വെളിയിലെടുത്തു. അങ്ങനെ എല്ലാവരിലും കലകളുണ്ട്. അതാണ് ഈ നമ്മളിപ്പോൾ അനന്തപുരിയിൽ നിന്ന് ആഘോഷിക്കാൻ പോകുന്നത്. ആസ്വദിക്കുന്നത് ഒരു കലയാണല്ലോ. തീർച്ചയായും ഒരു കലയാണ്. ആ കേരളത്തിന് ആ രീതിയിൽ സന്തോഷമുള്ള ഒരു ജീവിതം ജനങ്ങൾക്ക് കൊടുക്കുക. അതിന് സമ്മതിക്കാത്ത കുറേ കർത്തവ്യം ഇതൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമ്മൾ മാറ്റിയെടുക്കണം. എപ്പോഴും സന്തോഷിക്കണം, എല്ലാവരും ചിരിക്കണം. സന്തോഷമുള്ള ഈ നാട് അത് ലോകത്തിലെ നമ്പർ 1
നന്നായിട്ട് ആണ്. നമ്മളെല്ലാം ജനിക്കുന്നതും ആ കഴിവുള്ള വ്യക്തികളാണ്. നമ്മളെ ഈ വ്യക്തികളാണ് ലോകത്ത് പോയിട്ട് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച് എല്ലാ രാജ്യങ്ങളെയും വ്യക്തികളെയൊക്കെ മുന്നിൽ കൊണ്ടുവരുന്നത്. ആ കഴിവ് നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ നാട്ടിനെ ഇനി സംരക്ഷിക്കണം, മുന്നിൽ കൊണ്ടുവരണം. ഇത് നമ്മളുടെ കർത്തവ്യമാണ്. ജനം എന്ത് പറയുന്നു, ജനങ്ങളിലൂടെ ആ ഒരു സത്യസന്ധത, നമ്മൾ എന്താണ് ഈ ന്യൂസ് ചാനലും അതിലേക്ക് വേണ്ടി എന്തിനാണ് നമ്മൾ വന്നത്, അത് ജനങ്ങൾക്ക് മനസ്സിലാവണം. ഇതാണ് സത്യം, ഇതിലേക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അതായിരിക്കണം ജനം കുടുംബം എല്ലാം നമുക്കെല്ലാം ഒന്നിച്ച് ചേർന്നിട്ടത് സക്സസ് ആക്കണം. നമ്മൾ ഒന്നാണ് എന്നുള്ള കൺസെപ്റ്റാണ് ശരിക്കും ഈ ഉത്സവവും മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് പരമാവധി ചെയ്യാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റത്ത് ആവേശവും ആരവവും ആഘോഷവും ഒക്കെ എത്തിക്കാൻ കഴിയുമെന്ന പ്രത്യാശ നമ്മുടെ ടീമിനുണ്ട്. നമ്മൾ രാവിലെ പരിചയപ്പെടുത്തിയതുമാണ്. ഏതായാലും വലിയൊരു സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ നിമിഷമാണ്.